തിരുവനന്തപുരവും കൊച്ചിയും പോലെ തന്നെ മഴ പെയ്താൽ മണിക്കൂറുകൾക്കകം ഇപ്പോൾ തൃശൂർ നഗരവും വെള്ളത്തിലാവുകയാണ്. അശാസ്ത്രീയമായ ഡ്രെയിനേജ് സംവിധാനങ്ങളും മഴക്കാല മുന്നൊരുക്കങ്ങൾ പാളിയതുമാണ് ഇതിന് പിന്നിലുള്ള കാരണം. എന്നാൽ വെള്ളക്കെട്ടിന്റെ പേരിൽ ചിലർ രാഷ്ട്രീയം കളിക്കുന്നതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണങ്ങൾ. അഴീക്കോട് മുതൽ അണ്ടത്തോട് വരെ ഏകദേശം 70 കിലോമീറ്ററോളം നീളത്തിൽ കടലോര മേഖല. കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, നാട്ടിക, ഗുരുവായൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലായി ലക്ഷക്കണക്കിന് മനുഷ്യർ. കടലിന്റെ സ്വഭാവം മാറിയാൽ മറ്റേത് നാട്ടിലെ പോലെ തന്നെ തൃശ്ശൂരിലെ ജനങ്ങളും നേരിടുന്നത് ഒരേ പ്രശ്നങ്ങൾ. 7 കിലോമീറ്ററോളം കടൽ തീരമാണ്. വർഷാവർഷം ഇത്തരത്തിൽ കടൽക്ഷോഭങ്ങൾ ഉണ്ടാവുകയും നമ്മൾ മേൽ ഉദ്യോഗസ്ഥരെയും സർക്കാരിനെയും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ നമ്മൾ സന്ദർശിക്കുകയും ഇത്തരത്തിലുള്ള ആശങ്കകൾ അറിയിച്ചുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും വേണ്ടത്ര നടപടികൾ MLA-യുടെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും നമുക്ക് ലഭിക്കുന്നില്ല. കഴിഞ്ഞ വർഷം കടലാക്രമണത്തിൽ തകർന്ന വീടുകളിൽ നിന്നും പലർക്കും സുരക്ഷിത വാസസ്ഥലത്തേക്ക് മാറാൻ ഇനിയും സാധിച്ചിട്ടില്ല. അതിനിടെയാണ് കാലവർഷം തുടങ്ങും മുമ്പ് തന്നെ ഇത്തവണ പല സ്ഥലങ്ങളിലും നാശനഷ്ടങ്ങൾ തുടങ്ങിയത്. ഓരോ കാലവർഷവും കടപ്പുറം പഞ്ചായത്തിലെ സാധാരണ ജനങ്ങൾക്ക് വളരെയധികം ഭയമുള്ള ഒരു കാലഘട്ടമാണ്. കടൽക്ഷോഭം നിരന്തരമായി ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട് അവരുടെ സ്വത്തിനും അതുപോലെ തന്നെ ജീവനും ഹാനി ഉണ്ടാകുന്ന അവസ്ഥയാണ്. ഇതിന് പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട്. എല്ലാ കടൽക്ഷോഭ സമയത്തും ഇത് അധികാരികളുടെ മുന്നിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും അതിന് തുടർ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതിന് പരിഹാരം ഉണ്ടാകുന്നില്ല. കടപ്പുറം പഞ്ചായത്ത് കാരവ കടപ്പുറം, പെരിഞ്ഞനം, വാടാനപ്പള്ളി, ഇടവിലങ്ങ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സംരക്ഷണ ഭിത്തി നിർമ്മാണം എങ്ങും എത്താത്ത നിലയിലുള്ളത്. കാലവർഷം മുൻനിർത്തി ജിയോ ബാഗുകളെങ്കിലും ഇവിടങ്ങളിൽ അടിയന്തരമായി സ്ഥാപിക്കണമെന്നാണ് തീരദേശ ജനത ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.